കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ തിരികെ കൊണ്ടുവരാൻ 5-അംഗ പോലീസ് സംഘം വിശാഖപട്ടണത്തെത്തി. നടപടിക്രമങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കും. ടിക്കറ്റ് കൺഫേം ആയാൽ നാളെ തന്നെ കുട്ടിയുമായി നാട്ടിലേക്ക് തിരികെയും ചെയ്യും. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, മലയാളി അസോസിയേഷൻ്റെ ഒക്കെ വലിയ പിന്തുണ അല്ലേ? എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും ഒരുക്കാൻ അവരവിടെ സന്നദ്ധരായിരുന്നു. ഇന്നലെ അതിൻ്റെ ചുമതലക്കാരൊക്കെ പറഞ്ഞതാണ്. പോലീസ് എപ്പോഴെത്തി? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ദിവിഷ 5 മണിയോട് കൂടിയാണ് കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് സംഘം വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഏതായാലും അവരിന്ന് കുട്ടിയെ കാണും. അതിനുശേഷം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കും. അതായത് CWCയുടെ കസ്റ്റഡിയിലാണ് കുട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കൺഫേം ആയിട്ടില്ല. അത് കൺഫേം ആയാൽ മാത്രമേ നാളെ മടക്കയാത്ര ഉണ്ടാവൂ. ഏതായാലും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ട്രെയിൻ മുഖാന്തരം തന്നെയായിരിക്കും കുട്ടിയെ കൊണ്ടുവരിക എന്നും കഴക്കൂട്ടം SI അറിയിക്കുന്നുണ്ട്. ഇനി മറ്റു മാർഗങ്ങൾ വേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും നാളെ തന്നെ പരമാവധി കേരളത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും കുട്ടിയെ ഇന്ന് വൈകിട്ടോടുകൂടി കണ്ട് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കേരള പോലീസ് സംഘമുള്ളത്. ഇന്ന് രാവിലെയാണ് സംഘം വിജയവാഡയിലെത്തിയത്. അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ വിശാഖപട്ടണത്തേക്ക് എത്തുകയായിരുന്നു. കേരള സമാജം പ്രവർത്തകരുടെ എല്ലാവിധ പിന്തുണയും കേരള സമാജം പ്രവർത്തകർ ഏതായാലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടി സഹായത്തോടു കൂടിയായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ വിശാഖപട്ടണത്ത് പൂർത്തീകരിക്കുക. ശരി, കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ തന്നെ കുട്ടിയുമായി സംഘം ഇങ്ങോട്ടേക്ക് തിരിക്കും. ടിക്കറ്റ് കൺഫേം ആവുന്നതിനനുസരിച്ച് യാത്ര തീരുമാനിക്കും.